പുതുവർഷാഘോഷത്തിനായിട്ട് ഒന്നു ചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ അല്പം വൈകിട്ടാണെങ്കിലും പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും ഹൃദയപൂർവ്വം നേരുന്നു. 2025 കടന്നുപോയി. 2026 നാം എല്ലാവരും സ്വാഗതം ചെയ്തു. ഒരുപക്ഷെ 2025 നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നന്മകളുടെ, ഐശ്വര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു വർഷമായിരുന്നിരിക്കാം. അതേസമയം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടുകളുടെ, പ്രയാസത്തിൻ്റെ, വേദനയുടെ, മറക്കുവാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളുടെ ഒരു വർഷമായിരുന്നിരിക്കാം. എന്തായാലും 2025 കടന്നു പോകുമ്പോൾ നാം ഒത്തിരി പാഠങ്ങൾ പഠിച്ചു, ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയി. നമുക്ക് ഈ പുതുവർഷത്തിൽ അറിയാം എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണമെന്ന്. നമ്മുടെ പാഠങ്ങൾ നമുക്ക് വഴികാട്ടുന്നുണ്ട്. ഈ പുതുവർഷത്തിൽ കൂടുതൽ സന്തോഷവും ഐശ്വര്യവും നന്മയും നാം ഓരോരുത്തരും അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒപ്പം ഈ കൂട്ടായ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാടും വീടും വിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ അവസരത്തിൽ നന്മയുടെ കിരണങ്ങളാകുവാനായിട്ട്, മറ്റുള്ളവരെ നന്മയിലൂടെ നടത്തുവാനായിട്ട്, സഹായിക്കുവാനായിട്ട് ഉള്ള ഒരു ദൗത്യവും നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൻ്റെ വിവിധ തുറകളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ ഓർക്കുക, ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട്, നന്മയിൽ വളർത്തുവാനായിട്ട്. അതിന് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു സമൂഹത്തെ വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അതീതമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് അച്ഛന് കോവിഡ് കാലത്ത് പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കോവിഡ് തുടങ്ങിയ കാലത്ത് എല്ലാവരെയും ഐസൊലേഷനൊക്കെ ആക്കിയ സമയത്ത് അച്ഛനറിഞ്ഞ് 1-2 പേർക്ക് അത്ര നല്ലൊരു അവസ്ഥയല്ല ഉള്ളത്. നാടും വീടുമൊക്കെ വിട്ടു വന്നതാണ്. അധികം സുഹൃത്തുക്കളില്ല, അധികം സമ്പാദ്യങ്ങളില്ല, കാര്യമായിട്ടൊന്നുമില്ല. നാട്ടിൽ പോകാനും പറ്റാത്ത അവസ്ഥ. അച്ഛൻ 1-2 പേരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവസാനം അവർ അതൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്തൊരു കമ്മ്യൂണിറ്റി ഒന്നടങ്കം സഹായിക്കുവാനായിട്ട് മുന്നോട്ട് വരികയും ആ കോവിഡ് കാലം മുഴുവനും മറ്റുള്ളവർക്ക് ഒരു കുറവും വരുത്താതെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചു. അതാണ് നന്മ. അതാണ് നമുക്കൊക്കെ അനുകരിക്കാവുന്ന ഒരു മാതൃക. കാറ്റിൻ്റെ പുതുവർഷ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടും ഇത് തന്നെ പറയാനുള്ളൂ. മറ്റുള്ളവൻ്റെ ആവശ്യത്തിലേക്ക് എത്തുവാനായിട്ട്, അവരുടെ കുറവുകളെ കണക്കിലെടുക്കാതെ അവരുടെ നന്മയെയും ഉന്നമനത്തെയും സന്തോഷത്തെയും മുന്നിൽ നിർത്തി ഒന്നായി പരിശ്രമിക്കുവാനായിട്ട്, അവരെ കൂടെ ചേർത്ത് പിടിക്കുവാനായിട്ട് സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വർഷമായിരിക്കട്ടെ 2026. നാം കുറച്ചു മുമ്പ് കേട്ടു, കാറ്റ് ഡിജിറ്റലാകുവാനായിട്ട് പോവുകയാണ്. പുതിയൊരു വെബ്സൈറ്റ് ആരംഭിക്കുകയാണ്. ഈ വെബ്സൈറ്റ് പുതിയൊരു തുടക്കമാണ്. കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നന്മയിൽ വളരുവാനായിട്ടുള്ള ആക്കം കൂട്ടുകയാണ്. നമുക്കും നമ്മിലേക്ക് എത്തിച്ചേരുവാനായിട്ട് മറ്റുള്ളവർക്കും ഇത് ഈ പുതിയൊരു തുടക്കം കൂടുതൽ വളരുവാനായിട്ടുള്ള നമ്മുടെ ചുവടുവയ്പ്പുകളുടെ ഒരു തുടക്കമാകട്ടെ. എന്നും നന്മയിൽ വളരുവാനായിട്ട്, മറ്റുള്ളവരിൽ എത്തുവാനുമായിട്ട് ഈ വെബ്സൈറ്റ് നമ്മെ സഹായിക്കട്ടെ. അത് ഉദ്ഘാടനം ചെയ്യുകയാണ് ഉടനെ തന്നെ. ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ്റെ ചിന്തോദ്ദീപകവും പ്രചോദനാത്മകവുമായ വാക്കുകൾക്ക് നന്ദി. നമുക്കറിയാവുന്നതുപോലെ വളരെ സൗമ്യനായി കടന്നു വന്ന് നമ്മളെ ഈ പുതുവത്സരത്തിൽ ധന്യമാക്കുന്ന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ജോഷി അച്ഛനോടുള്ള നന്ദി കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ അറിയിക്കുകയാണ്. ഇനി അടുത്തതായി നമ്മുടെ
വെബ്സൈറ്റിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോഷിയച്ചൻ അത് നിർവഹിച്ചുകൊണ്ട് കേരള അസോസിയേഷൻ ഓഫ് ടൗൺസിൽ പുതിയ ഒരു പാതയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും ഇക്കാലം അത്രയും ഉണ്ടായി, ഇനിയും മുന്നോട്ടും ഉണ്ടാകണമെന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു ജോഷി അച്ഛ. അങ്ങനെ ഔദ്യോഗികമായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിൻ്റെ പ്രവർത്തന ഘട്ടത്തിലാണ്. നമ്മുടെ അടുത്ത പ്രോഗ്രാമോടുകൂടി അത് ഫുൾ ഫ്ലഡ്ജായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്.